പ്രൈസ് ലോർഡ് കർത്താവിന് തനിവരും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രകടനത്തോട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, എല്ലാ മോർണിംഗ് ഡിവോഷനിൽ 4 തൊട്ടുള്ള ഡിവിഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ ജയത്തോടെ ബലത്തോടെ കർത്താവ് നടത്തുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ഉപകാരം ഒന്നും മറന്നു ഉപകാരം കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഈ ആഴ്ചയിലും വിജയകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് നിലവിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുവാനായിരിക്കുന്നു. ആധാരമായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ആമേൻ, ഗീവ് പ്ലേസ് ടു ഗോഡ്. ദൈവത്തിന് ഇടം കൊടുക്കുക. അതിനോട് ചേർന്ന് പറയുന്ന മറ്റു വിഷയം, ഡു നോട്ട് ഗീവ് ദ പ്ലേസ് ടു ഡെവിൾ. സാത്താൻ ഇടം കൊടുക്കരുത്. സ്തോത്രം. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന് ഇടം കൊടുക്കുക, പിശാചിന് ഇടം കൊടുക്കരുത്. ഈ വിഷയമാണ് പരിശുദ്ധന്മാവ് ഇന്ന് രാവിലെ നിങ്ങൾ സംസാരിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വിഷയം. സ്തോത്രം. വളരെ ഗൗരവമായി ചിന്തിക്കുവാനായിട്ട് ഈ ചിന്ത ഞാനിങ്ങനെ ദിവസം ധ്യാനിച്ചപ്പോൾ വളരെയധികം സ്തോത്രം വിലപ്പെട്ട ഒരു ആനുകാലിക ചിന്തയായിട്ട് എന്നെ മനസ്സിലേക്ക് വരുവാനായിട്ട് ഇടയായി. സ്തോത്രം. പലരുടെയും ജീവിതത്തിൽ ആമേൻ സ്തോത്രം ആർക്കാണ്, ദൈവത്തിനാണോ പിശാചിനാണോ ഇടം കൊടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്രം അതിൽ നിന്നൊരു മാറ്റം വരുത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു മുന്നേറ്റത്തിനായിട്ട് ഒരുങ്ങുവാൻ ഈ സന്ദേശ കേൾവി കർത്താവ് കാരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും അസാധ്യമായത് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പേഴ്സണലായിട്ടും അറിയിച്ചാൽ, ഗ്രൂപ്പിൽ അറിയിച്ചാൽ പ്രാർത്ഥിക്കുന്നതാണെന്ന് ഓർപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് 2003 മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ കരുണാപ്രകടനശ്രീയുടെ പ്രാർത്ഥനയിൽ കൂടെ ഓരോ ആഴ്ചയിലും പ്രത്യേകമായ വിടുതലുകൾ, ജയങ്ങൾ ഓരോ പ്രിയപ്പെട്ട കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങളുടെ മിനിസ്ട്രി, കർത്താവിനെ ആശ്രയിച്ചുള്ള ഈ മിനിസ്ട്രി സ്തോത്രം ഇത്രത്തോളം വിശാലമാകുവാൻ കർത്താവ് കാരണമാക്കിയത്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് സങ്കീർത്തനം 35-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ എന്നാണ്. സ്തോത്രം. ഞാൻ പൊരുതുന്നില്ല കർത്താവേ, ഞാൻ വാദിക്കുവാൻ പോകുന്നില്ല, നീ എനിക്ക് വേണ്ടി വാദിക്കണമേ, നീ എനിക്ക് വേണ്ടി പൊരുതണമേ എന്ന് സംഘത്തക്കാരൻ ദൈവത്തിൻ്റെ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെത്താൻ വിഷയങ്ങൾ ചാടി വീണ് പ്രശ്നങ്ങൾ കലുഷിതമായ അനേക പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തെ ആത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നത്, നീ നിനക്ക് വേണ്ടി പോരാടുവാൻ, നിനക്ക് വേണ്ടി വാദിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ, പ്രതികാരം ചെയ്യുവാൻ ഇടയാകാതെ ദൈവത്തിന് പ്രവർത്തിപ്പാനായി ഇടം കൊടുക്കുമെങ്കിൽ ഗീവിങ് പ്ലേസ് ടു ദ ലോർഡ്, ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കുമെങ്കിൽ, ദൈവത്തിന് ഒരിടം നിന്റെ ജീവിതത്തിൽ കൊടുക്കുമെങ്കിൽ, പ്രവർത്തിപ്പാൻ്റെ കൊടുക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കുകയാണ്. പരാജയത്തിൽ കഴിയുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ ദൂതിന് മുമ്പാകെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞാനിനി പ്രതികരിക്കുന്നില്ല, ഞാനിനി വാദിക്കുന്നില്ല, എൻ്റെ എല്ലാ വിഷയങ്ങളെയും കർത്താവെ നിങ്ങൾ സമർപ്പിക്കുക, നീ ഏറ്റെടുത്താട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി കർത്താവിൽ പ്രവർത്തികൾ ചെയ്യുമെന്ന് ഈ ആത്മാവ് പറയുകയാണ്. ദൈവത്തിന് ഇടം കൊടുത്ത പഴയമത്തിലെ ഒരു അനുഭവം കർത്താവ് വാക്കുകൾ ചേർത്ത് ഇനി ഓർപ്പിക്കുന്നത് ആവർത്തന പുസ്തകം 9-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ ആണ് അവിടെ കാണുവാനായിട്ട് ഇടയാകുന്നത്: ഇസ്രായേലിൽ നീ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പമുള്ള ബലമുള്ള ആകാശം ഉയർച്ചയുള്ള പൊക്കമുള്ള അനാക്യ ജാതിയെ അടക്കുവാൻ പോകുന്നു. വീണ്ടും വായിക്കുന്നു: നീ ആർക്കാണ് അനാക്കുറുമ്പ് നിൽക്കുവാൻ കഴിവ്, ആർക്കാണ് ശക്തി, നിങ്ങൾക്കൊന്നും കഴിവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് മുമ്പിൽ ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുകയാണ്. 3-ാം വാക്യം: നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിന് അഗ്നിയായി നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാവിലെ ദൈവന്മാർ പറയുന്നു,
നിന്നേക്കാൾ വലിപ്പമുള്ളതിനെ, ബലമുള്ളതിനെ, പൊക്കമുള്ളതിനെ കീഴ്പ്പെടുത്തുവാൻ നീ മാനുഷ്യമായി പരിശ്രമിച്ച് ആ വാക്ക് പറഞ്ഞ, പ്രവൃത്തി ചെയ്ത്, കേസ് കൊടുത്ത്, വഴക്കിട്ട്, പിണങ്ങിയിരുന്ന് സമയം കളയാതെ ദൈവത്തിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച, ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും കർത്താവ് പറയുന്നു, എത്ര പൊക്കമുള്ളതിനെയും എത്ര ബലമുള്ളതിനെയും ഞാൻ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, എത്ര ഉയർച്ച ഉള്ളതിനെയും ഞാൻ ദഹിപ്പിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. പഴയ മതത്തിലും പുതിയ മതത്തിലും വളരെ ശക്തമായി ഉറപ്പിക്കുന്ന ഭാഗമാണ്. യഹോവ ദഹിപ്പിന് അഗ്നിയായ കൂടെ ഉണ്ട്. അഗ്നിയുടെ കാര്യം നമുക്കറിയാമല്ലോ. എത്ര പൊക്കമുള്ളതായാലും എത്ര വലിപ്പമുള്ള എത്ര കട്ടിയുള്ള തീ പിടിച്ചാൽ അത് കത്തി ചാമ്പലാകുവാണ്ടിയാകും. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നിന്നെ ഒതുക്കുമെന്ന് പറയുന്നു, തകർക്കുമെന്ന് പറയുന്ന ആ സ്തോത്രം ബലമുള്ള ചില പ്രശ്നങ്ങൾ, വലിപ്പമുള്ള പ്രശ്നങ്ങൾ, ആമേൻ, സ്തോത്രം, ഉയർച്ചയുള്ള പൊക്കമുള്ള ചില വിഷയങ്ങൾ ഇന്ന് രാവിലെ ദൈവാത്മാവിനെ ഏൽപ്പിച്ച, ദൈവാത്മാവ് പ്രവർത്തിച്ചാൽ അതിനെ ദൈവം ദഹിപ്പിച്ച് നിനക്ക് നടന്നു പോകുന്ന നിലയിൽ, അതിന് മേലെ കൂടി ചവിട്ടി പോകുന്ന നിലയിൽ ഒരു ജയാളിയായി മുന്നോട്ട് പോകുന്നതിൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചില പൊക്കമുള്ളത്, ചില ബലമുള്ളത്, ചില ഉന്നതമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ദൈവാത്മാവ് കൺട്രോൾ ചെയ്യുന്നത്, ദൈവാത്മാവ് ഉരുക്കി മാറ്റുന്നത് ആത്മാവിന് കാണുകയാണ്. ഇന്ന് ഈ ഒരാഴ്ചയിൽ നിന്റെ വിടുതലിന്റെ ആഴ്ചയെ മാറട്ടെ. ദൈവത്തിന് ഇടം കൊടുത്താൽ ദൈവം ചിലതിൻ്റെ പ്രശ്നങ്ങളെ ദഹിപ്പിച്ചു മാറ്റി, ഉരുക്കി മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനെന്ന് കർത്താവിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ഇടം കൊടുക്കേണ്ടത് യോഹന്നാൻ 8:37 ഇങ്ങനെ വായിക്കും. 1, ദൈവത്തിന് ഇടം കൊടുക്കുക. 2, അവിടെ വായിക്കുന്ന, എൻ്റെ വചനത്തിന് നിങ്ങൾ ഇടവില്ല. നിങ്ങൾ വായിച്ചാൽ മതി, എൻ്റെ വചനത്തിന് നിങ്ങൾ ഇടവില്ല. ദൈവ വചനത്തിന് നിന്റെ ജീവിതത്തിൽ ഇടം കൊടുക്കേണ്ട ആവശ്യമാണ്. ദൈവ വചനത്തിന് നിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നിന്നെ പറയുന്ന അനുസരിക്കുക, ദൈവത്തിന്റെ വചനം വായിക്കുക. ദൈവത്തിൽ ഇടപെടുമ്പോൾ അത് ഒരു ശിശുവിനെ പോലെ ഏറ്റെടുക്കുക. അങ്ങനെയെങ്കിൽ അത് വിശ്വാസമായി പരിണമിപ്പാണ്ടിയാകും. ദൈവ വചനത്തിന് ഇടം കൊടുക്കുക. 2 കാര്യമാണ് ഇത് ഓർക്കുക. 1, ദൈവത്തിന് ഇടം കൊടുക്കുക. 2, ദൈവ വചനത്തിന് ഇടം കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ സ്തോത്രം. ഇടം കൊടുക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ് ലേഖനം 4:27 പിശാചിനിടം കൊടുക്കരുത്. ഡു നോട്ട് ഗീവ് ദ ഡെവിൾ എ ചാൻസ്. പിശാചിന് അവസരം കൊടുക്കരുത്. സ്തോത്രം. ശത്രു ഒരു അവസരം, ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുണ്ടായി, ഒരു ആണി അടിക്കാൻ അവസരം കൊടുത്താൽ അതിൽ കൂടെ കയറി നിന്നെ ഒതുക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ, നിന്നെ നാറ്റിക്കുവാൻ ശത്രു എന്തെല്ലാം പദ്ധതികളും ആവിഷ്കാരം ചെയ്യും. അതുകൊണ്ട് പിശാചിന് നിന്റെ ജീവിതത്തിൽ ഒരു ഇടം കൊടുക്കുവാൻ, നിന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ജീവിതത്തിലോ ഇടം കൊടുക്കുവാൻ ഇടയാകാത്തതിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കുമെങ്കിൽ പ്രസലോ നിന്റെ ജീവിതം വലിയ അനുഗ്രഹമായി തരുവാൻ ഇടയാകും. സ്തോത്രം. പിശാചിന്റെ ജോലി നമുക്കറിയാമല്ലോ. അറുക്കുക, മുടിക്കുക, കൊള്ളയടിക്കുക എന്നുള്ളതാണ്. നിന്റെ എല്ലാ ആത്മീയ, ഭൗതിക, ശാരീരിക നന്മകളെ തകർക്കുക എന്ന് പിശാചിന്റെ താല്പര്യം. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്ത ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്താം. യോഹന്നാൻ 13:27 ലൂക്കോസ് 22:3 ഈ വാക്യങ്ങൾ അവിടെ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്ന ഇസ്കറിയോത്ത യൂദയെ പറ്റി കാണുകയാണ്. അവനിൽ സാത്താൻ കടന്നു എന്നാണ് കാണുന്നത്. സാത്താൻ കടന്നുകൊണ്ട് ജീവിതം എന്തായി വളരെ ദുസ്സഹമായി തീർന്നു. അവൻ്റെ ജീവിതം ഒരു ട്രാജഡിയായി മാറുവേണ്ടിയായി തീർന്നു. അവന് നിരാശ കൂടിയിട്ട് അവൻ ജീവിതത്തിൽ വെറുപ്പ് തോന്നി, കെട്ടി തൂങ്ങി മരിച്ചു എന്ന് കാണുകയാണ്. പിശാചിനിടം കൊടുത്തു പോയാൽ അവൻ നിന്നെ സ്വതം തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നീ ഇടം കൊടുക്കണം ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനുമാകട്ടെ. പിശാചിന് ഇടം കൊടുക്കാതെ ജീവിതത്തെ സൂക്ഷിക്കുമെങ്കിൽ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ, ഒരു സ്തോത്രം ജയാളിയായി മാറുവാൻ കർത്താവ് ഇടയാക്കും. അതിനായി എത്ര പേര് രാവിലെ എത്ര ഭവനങ്ങളെയാണ്, വ്യക്തികളെയാണ് പിശാച് തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ ദൈവത്തിന് ഇടം കൊടുത്തുകൊണ്ട്, ദൈവവചനം ഇടം കൊടുത്തുകൊണ്ട് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അതിന്റെ ലെവലിൽ കൊടുത്തു മുന്നേറുവാൻ ജനത്തെ സഹായിക്കണം. പിശാചിന് ഇടം കൊടുക്കാതെ ദൈവത്തിന് ഇടം കൊടുക്കുവാൻ, ദൈവത്തിന് അവൻ ഇടം കൊടുത്തു മുന്നേറുവാൻ സഹായിക്കണമേ. വിജയകരമായി തന്റെ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധി മാറ്റുന്നത് ബ്ലസ് ചെയ്യുന്ന പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.